വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം ഉടൻ സാധ്യമായേക്കും. അടുത്ത കോടതി സിറ്റിംഗിൽ മോചന ഉത്തരവ് ഇറങ്ങുമെന്നാണ് സൂചന. 10 ദിവസത്തിനകം റഹീമിന് വീട്ടിലെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. കേരളവും റഹീമിന്റെ കുടുംബവുമൊക്കെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ദിവസത്തിലേക്ക് ഇനി വിരലെണ്ണാവുന്ന ദിനങ്ങൾ മാത്രം ബാക്കിയെന്നാണ് നമുക്ക് വിദേശത്ത് നിന്നും സൗദിയിൽ നിന്നുമുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. നേരത്തെ തന്നെ റഹീമിനെതിരായ വധശിക്ഷ കോടതി റദ്ദാക്കിയിരുന്നു. അതിനുശേഷം മോചനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. എന്തായാലും അടുത്ത ഒരു ഹിയറിംഗ്, ആ ഹിയറിംഗ് കഴിഞ്ഞാൽ റഹീമിന് ജയിലിൽ നിന്നും പുറത്തേക്ക് വിശാലമായ ലോകത്തേക്ക് ഇറങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. അടുത്ത ഹിയറിംഗിന് ഈ ഹർജി പരിഗണിക്കും. പ്രത്യേകിച്ചും ഈ മോചനവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമെന്നാണ് പറയാൻ കഴിയുന്നത്. എന്തായാലും ഏറെ ദിവസങ്ങളായി, ആഴ്ചകളായി ഈ പണം സമാഹരിച്ചു. 47 കോടി രൂപ ലോകത്തു നിന്നുള്ള എല്ലാ നല്ലവരായ മനുഷ്യരും സംഭാവനകൾ നൽകി, ദയാധനം നൽകിയിരുന്നു. ഇത് പിന്നീട് ആ കുടുംബത്തിന്, ഈ മരിച്ച സൗദി കുട്ടിയുടെ കുടുംബത്തിന് കൈമാറുകയും ചെയ്തു. എന്നാൽ അതിനുശേഷവും കോടതിയുടെ നടപടിക്രമങ്ങൾ നീണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഉമ്മ നേരത്തെ പണമായപ്പോൾ മുതൽ ഒരു പ്രതീക്ഷ, വളരെ അടുത്ത് എത്തുമെന്ന്, ഇല്ലേ? അങ്ങനെ എത്തുമെന്ന് പറഞ്ഞ് കാത്തിങ്ങനെ ഇരിക്കുന്നല്ലോ. കിട്ടി കാണട്ടെ, അത്രയും പെട്ടെന്ന് എത്തി കാണാനുള്ള രീതി തെറ്റണം. ഈ കുറെ നാളുകള് ശിക്ഷയായി കഴിഞ്ഞപ്പോഴുള്ളൊരു സങ്കടമായിരുന്നു, അല്ലേ? അത് കഴിഞ്ഞ് പണം ഉണ്ടാക്കാനായിരുന്നു പിന്നീട് സങ്കടം. പണമായി കിട്ടി, അവർക്ക് കൊടുത്ത് ചോദിച്ച് എന്റെ കുട്ടികൾ വന്ന് കിട്ടട്ടെ, കാണട്ടെ എന്നുള്ളൊരു പ്രതീക്ഷത്തിലാണ് ഇപ്പൊ ഞാനിരിക്കുന്നത്. എല്ലാവരും പിന്നെ ശിക്ഷ ഇളവായിരുന്നു, അല്ലേ? അതും ഓരോ ഘട്ടമായിട്ടാണ് വരുമ്പോൾ അപ്പോഴും വിചാരിക്കും ഉടനെ വരും, ഉടനെ വരും. അങ്ങനെ കാത്തുനിന്ന് എത്താൻ തെറ്റി. ഇനി എത്രയും പെട്ടെന്ന് ഒന്ന് കാണട്ടെ, കാട്ടി തരട്ടെ. എങ്ങനെ ഇത് കിട്ടിയാണോ നേരെ ഇങ്ങ് പോരും എന്നാണ് പറഞ്ഞത്? എന്നാ വിളിച്ചോ? ഫോണിൽ എന്നാ വിളിച്ചല്ല അവസാനം? അവിടുന്ന് നേരിട്ട് ഇങ്ങോട്ട് വരികയാണ് അറിയാം. അവിടുന്ന് വിട്ടാൽ നേരിട്ട് വരയിലേക്ക് എത്തുന്നത്. അടുത്ത ദിവസം എല്ലാം ഫോണിൽ വിളിച്ചായിരുന്നോ? ഫോണിൽ വിളിച്ചപ്പോൾ സംസാരിക്കാൻ പറ്റിയോ? ഞാൻ കഴിയൂല മതി വർത്താനം പറയാൻ. വന്ന് കാണട്ടെ, വർത്താനം പറയാൻ കഴിയുള്ളൂ. എന്തായാലും ഉമ്മ ഇതാണ്, ഈ വരട്ടെ എന്നുള്ളതാണ്. കുറേ നാളുകളായി ഓരോ സംഭവവാസങ്ങളും ഉണ്ടാകുമ്പോഴും ഉടൻ എത്തുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഇനിയും ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതില്ല എന്നതിൻ്റെ ഒരു ആശ്വാസമാണ് ഉമ്മയ്ക്കും ഈ കുടുംബത്തിനുമുള്ളത്. നാട്ടുകാർ ഒന്നടങ്കം റഹീമിന്റെ വരവിനായുള്ള കാത്തിരിപ്പിലാണ്. ആക്ഷൻ കമ്മിറ്റിയുമൊക്കെ ഈ ഹെൽപ്പ് ഡെസ്ക് രൂപീകരിച്ചാണ് ഈ ധനസമാഹരണം അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അവർ എങ്ങനെ റഹീമിനെ സ്വീകരിക്കണം എന്ന ഒരു ആലോചനയിൽ തന്നെയാണ് എന്ന് നമുക്ക് പറയാം. കാരണം വിവിധയിടങ്ങളിൽ നിന്നുള്ള ആളുകൾ അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവരൊക്കെ ഇവിടെ കാണാൻ എത്തുമെന്ന ഒരു കണക്കൂട്ടിൽ പോലും ഈ ആക്ഷൻ കമ്മിറ്റി, ഈ ഹെൽപ്പ് ഡെസ്ക് ഭാരവാഹികളെ പലപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ട്, എന്നത്തേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിയും, എപ്പോൾ വരും, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ. അതുകൊണ്ട് നന്നായി ജനം ഇവിടേക്ക് വരുമെന്ന ഒരു കണക്കുകൂട്ടിൽ തന്നെയാണുള്ളത്. എന്തായാലും എല്ലാ കടമ്പകളും കഴിഞ്ഞ്, എല്ലാ കടമ്പകളും താണ്ടി മോചനം എന്ന ദിനത്തിലേക്കുള്ള ദൂരം കുറയുന്നു. ആ എണ്ണപ്പെട്ട ദിവസങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് റഹീമിന്റെ കുടുംബം.